ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ഫോൺ ഉപയോഗിക്കുന്ന അധിക ആളുകളുടെയും ഒരു പ്രശ്നമാണ് ഫോൺ ഓവർ ഹീറ്റ് ആവുന്നത്. അധികവും ഇങ്ങനെ ഫോൺ ഓവർ ഹീറ്റ് ആവുന്നത് നമ്മൾ ഫോൺ ചാർജ് ചെയ്യുമ്പോൾ, അതുപോലെ വീഡിയോസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഗെയിം കളിക്കുമ്പോഴൊക്കെയാണ്. അങ്ങനെ ഫോൺ ഒരുപാട് ചൂടാകുന്നത് അത്ര നല്ല കാര്യമല്ല. അത് ഫോണിൻ്റെ പെർഫോമൻസിനെ പോലെ തന്നെ ബാറ്ററി പെർഫോമൻസിനെയും ബാധിക്കും. സോ ഫോൺ ചൂടാകാതിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ഫോൺ ഡയറക്റ്റ് സൺലൈറ്റിൽ യൂസ് ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫോൺ പെട്ടെന്ന് ചൂടാവും. അതുപോലെ ലോങ് ടൈം സൺലൈറ്റിൽ യൂസ് ചെയ്യുമ്പോൾ ഫോണിൻ്റെ ടച്ച് സ്ക്രീനെയും അത് എഫക്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഫോൺ ഒരിക്കലും അങ്ങനെ ഡയറക്റ്റ് സൺലൈറ്റിൽ യൂസ് ചെയ്യാതിരിക്കും. പിന്നെ ഫോൺ ഏറ്റവും കൂടുതൽ ചൂടാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഫോൺ ചാർജ് ചെയ്യുമ്പോഴാണ്. ചാർജ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ സോഫ്റ്റ് സർഫേസിൽ വെച്ചിട്ടാണ്, അതായത് ബെഡിലും സോഫയിലും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചാർജ് ചെയ്യാറ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൻ്റെ ഹീറ്റ് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അത് ഫോൺ പെട്ടെന്ന് ചൂടാവാനുള്ള ചാൻസസ് കൂട്ടും. അതുകൊണ്ട് നിങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ ഹാർഡ് സർഫേസിൽ വെച്ചിട്ട് ചാർജ് ചെയ്യാം. ഇനി അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോണിൻ്റെ കേസ്. ചില കേസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഫോൺ പെട്ടെന്ന് ചൂടാകാൻ കാരണമാകാറുണ്ട്. അതിന് കാരണം ഈ ഒരു കേസ് ഉണ്ടായിരിക്കുമ്പോൾ ഫോണിൽ നിന്നുള്ള ഈ ഒരു ചൂട് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണ് ഫോണിന് ചൂട് കൂടുതലാവുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം അങ്ങനെയുള്ള കേസ് നിങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരുപാട് പേര് ചെയ്യുന്ന ഒരു കാര്യമാണ് രാത്രി മുഴുവൻ ഫോൺ ചാർജ് ചെയ്യാനിടുന്നത്. നമ്മുടെയൊക്കെ ഫോൺ ഒരു ഫുൾ ചാർജ് ആവാൻ ഏകദേശം ഒരു 2 മണിക്കൂർ മതി. സോ ഇങ്ങനെ രാത്രി മുഴുവൻ നമ്മൾ ചാർജിങ്ങിലിടുമ്പോൾ അത്ര നേരം ചാർജ് ആകുമ്പോൾ ഫോൺ പെട്ടെന്ന് കൂടുതൽ ചൂടാകാനുള്ള ചാൻസസ് കൂടും. അതുപോലെ തന്നെ ബാറ്ററിയുടെ ലൈഫിനെയും അത് ബാധിക്കും. പക്ഷേ ചില ഫോണിൽ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകുന്ന ഒരു ടെക്നോളജി ഉണ്ട്. അങ്ങനത്തെ ഫോണാണെങ്കിൽ കുഴപ്പമില്ല. 100% ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ആ ഫോൺ കട്ടാവും. അതുകൊണ്ട് നിങ്ങൾ നൈറ്റിൽ ചാർജ് ചെയ്യുന്നത് ഒഴിവാക്കി ഡേ ടൈമിൽ മാത്രം ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അടുത്തതായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഫോണിൽ ചില ആപ്സ് ഒരുപാട് പ്രോസസ്സിംഗ് പവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. സോ ഇങ്ങനെയുള്ള ആപ്സ് നിങ്ങളുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇങ്ങനത്തെ ആപ്സ് റൺ ആവുമ്പോൾ പ്രോസസ്സർ ഒരുപാട് വർക്ക് ആവും. അതുകൊണ്ട് തന്നെ ഫോണിൻ്റെ ചൂട് പെട്ടെന്ന് കൂടാനുള്ള ചാൻസസും കൂടും. സോ ഈ ആപ്സ് നമുക്ക് ആവശ്യമില്ലാത്ത സമയവും നമ്മുടെ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ റൺ ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ലോസ് ചെയ്ത് വെക്കുക. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ തന്നെ യൂസ് ചെയ്യുക. ഇപ്പോൾ പല ഫോൺസിലും പല രീതിയിലാണ് ചാർജർ വരുന്നത്. ചിലതിൽ ഫാസ്റ്റ് ചാർജർ ഉണ്ടായിരിക്കും, അതുപോലെ ചിലതിൽ നോർമൽ ചാർജർ തന്നെയായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ വെച്ചിട്ട് തന്നെ ഫോൺ ചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി അറിയാതെ നിങ്ങൾ ഫാസ്റ്റ് ചാർജർ എടുത്ത് നോർമൽ ഫോണിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിലേക്ക് കൂടുതൽ വോൾട്ട് കയറാനും അതേപോലെ ഫോൺ ബാറ്ററി ഡാമേജ് ആവാനുള്ള ചാൻസസും കൂടും. അങ്ങനെ യൂസ് ചെയ്യുന്നത് ഫോൺ കൂടുതൽ പെട്ടെന്ന് ചൂടാകാനുള്ള സാധ്യതയും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫോണിൻ്റെ ഒറിജിനൽ ചാർജർ വെച്ച് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഒരേ സ്പെസിഫിക്കേഷൻസ് വരുന്ന ചാർജർ യൂസ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.